ആളാണ്. ഞാൻ കരസേനയിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് എൻറോൾ ചെയ്യപ്പെട്ടു വരുന്ന ആളുകൾ അവർ ഈ ഹിന്ദി പഠിക്കാനുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ട്, കാരണം അവര് അങ്ങനെ ഒരു ഹിന്ദി വിരുദ്ധതയൊന്നും മനസ്സിലുള്ളവരല്ല. അവര് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ നമ്മളൊക്കെ ഇപ്പോ എന്താ പറഞ്ഞ ബേസിക്കലി നമ്മൾ ഹിന്ദി എഴുതാൻ അറിയാം, അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഹിന്ദി പറയാനും ഒക്കെ ഉള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഹിന്ദി ഭാഷ സ്വായത്തമാക്കാൻ കഴിയും. എനിക്ക് കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ ഹിന്ദിയിൽ മാത്രം പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ സാധാരണ മനുഷ്യര് അവരുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾക്കും ഇങ്ങനെ ചെറുപ്പത്തിലെ ഹിന്ദി പഠിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്ന ഒരു ദുഃഖം പലരുടെയും മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൾ ഇന്ത്യ സർവീസുകളിലൊക്കെ വരുന്ന പല ആളുകൾ. ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ വിരുദ്ധതയൊക്കെ പറയുമ്പോൾ മയിലാടുംതുറയിൽ നിന്നുള്ള MP എന്താ പറഞ്ഞ മണിശങ്കർ അയ്യര് വടക്കേ ഇന്ത്യക്കാർ സംസാരിക്കുന്നതിനേക്കാളും നല്ല ഒഴുക്കോട് കൂടി ഭംഗിയായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഗുജറാത്തിൽ ചെന്നൊരു വാക്ക് പറഞ്ഞത്, ആ വാക്കിന്റെ ഒരു മോശം കൊണ്ട് ആ പ്രധാനമന്ത്രി ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായി. നല്ല ഭംഗിയായി സുബ്രഹ്മണ്യ സ്വാമി നല്ല ഭംഗിയായിട്ട് ഹിന്ദി സംസാരിക്കും. ഇനി സേനയിലുള്ള എത്രയോ ഉദ്യോഗസ്ഥന്മാര് വിവിധ സേനകളിലുള്ള അവരെല്ലാം ഹിന്ദി പഠിക്കുകയും അവരുടെ മക്കളെ എല്ലാം അതിന് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ സ്റ്റാലിൻ ഉയർത്തുന്ന ഒരു അടിസ്ഥാന കാരണമുണ്ട്. അത് ഗോപകുമാർ സാർ ആദ്യം പറഞ്ഞ നമ്മുടെ ഈ ത്രിഭാഷാ സിദ്ധാന്തം വന്നപ്പോൾ. എന്നാൽ എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷ, ഇനി അത് തെലുങ്കാകട്ടെ, അല്ലെ മലയാളം ആകട്ടെ, അല്ലെങ്കിൽ തമിഴാകട്ടെ, എന്തുകൊണ്ട് അവിടെ പഠിക്കാൻ അവിടുത്തെ ആളുകൾ തയ്യാറായില്ല എന്നുള്ള ആ ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി, ഈ NEP-യുടെ ഭാഗമായി ഈ ത്രിഭാഷാ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ അത് പരിമിതമായിട്ടെങ്കിലും ഒരു അക്ഷരമെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു 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 തയ്യാറെടുപ്പ് അവിടെ നടത്തുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതാണ് ഒരുപക്ഷെ ഇവർക്ക് ഹിന്ദി ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ 3 ഭാഷ പഠിക്കണം എന്നുള്ളതിൽ ഒന്ന് ഹിന്ദി ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാദഗതി ഉയർത്തുവാൻ ഈ തമിഴ്നാട്ടിലെ ആളുകൾക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ പരിഭാഷാ സംവിധാനമാണ് എങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയാം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ കൂടി, അത് കോമൺ ആയിട്ട് ഇനി തമിഴ് തന്നെ ആയിക്കോട്ടെ, ആ ഭാഷ കൂടി പഠിക്കാനുള്ള അതിനുള്ള അവസരം, അതിനുള്ള മനസ്സ് വടക്കേ ഇന്ത്യക്കാർക്ക് ഇല്ലാതാനും, അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലുള്ളവർ ഹിന്ദി പഠിക്കണം. ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് അതിന്റെ ഗുണം എന്താണെന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദി പഠിച്ച് വടക്കേ ഇന്ത്യയിൽ പോയി വിവിധ ജോലികളിൽ ഇരിക്കുന്ന ആളുകൾക്കാണ്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്ന ആളുകൾക്കാണ്. അപ്പൊ നമ്മളൊരു വാദഗതിക്ക് വേണ്ടി ഹിന്ദി പഠിക്കണ്ട എന്ന് വന്നാൽ പോലും ഹിന്ദി ഒരുപാട് അറിയാവുന്ന ആളുകൾ തമിഴ്നാട്ടിൽ. ഇപ്പൊ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ പോലെ തന്നെ ധാരാളം വടക്കേ ഇന്ത്യക്കാർക്ക് ജോലി തേടി വരുന്ന ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിയിരിക്കുന്നു. അവരൊക്കെ വരുമ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായി സ്വാഭാവികമായും ആളുകൾ ഹിന്ദി പഠിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒരു 10-20 കൊല്ലത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു 25 കൊല്ലം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും. ആളുകൾ പഠിക്കാൻ നിർബന്ധിതരാകും. കാരണം വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ, ഇവിടെ മുമ്പ് സൂചിപ്പിച്ച ശ്രീ സുനിൽ സാർ പറഞ്ഞതുപോലെ, ഞാൻ പച്ചിമടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കഷ്ണം സോപ്പ് മേടിക്കാൻ നമ്മൾ കടയിൽ കയറി. അപ്പൊ എനിക്ക് സോപ്പിന്റെ ഹിന്ദി പേരറിയില്ല, സാബൂൺ എന്ന് പറയണം. സോപ്പ് മേടിക്കാൻ ആ കട മുഴുവൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ പാക്കറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വന്നപ്പോഴാണ് സോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം സാബൂൺ എന്ന് പറയും. കാരണം വടക്കേ ഇന്ത്യയിൽ അവര് പ്രാദേശികമായി ഇംഗ്ലീഷ് ഭാഷ വളരെ തുച്ഛമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെ പരിമിതമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവര് എപ്പോഴും ഹിന്ദിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾ, നമ്മൾ മലയാളികളാണെങ്കിലും തമിഴരാണെങ്കിലും വടക്കേ ഇന്ത്യയിൽ പോവുകയും ജോലി തേടാനും ഈ ഓൾ ഇന്ത്യ സർവീസുകളിലൊക്കെ പോകണമെങ്കിൽ നിശ്ചയമായും ഹിന്ദി, അത് തമിഴ്നാട്ടിലെ എന്താ പറഞ്ഞ ഇപ്പോ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ പോയി സ്റ്റേറ്റിന് വെളിയിൽ പോയി പഠിക്കുന്നവര് അവരുടെ മക്കളെ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് അവരുടെ നിർബന്ധപൂർവ്വം അതുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഇത് കത്തിച്ചു നിർത്തേണ്ടത് ചില പ്രത്യേകമായ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഈ ഇഷ്യൂ നിലനിൽക്കുന്നത്. ഇനി ഇഷ്യൂവിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ മണ്ഡല പുനർനിർണയം നടക്കാൻ പോകും. ജനസംഖ്യ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ 20 എന്നുള്ളത് 12 ആയിട്ട് ചുരുങ്ങിയാണ്. തമിഴ്നാട്ടിലെ 39 എന്നുള്ളത് 20 ആയിട്ട് ചുരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഗോപകുമാർ സാർ രാഷ്ട്രീയ നിരീക്ഷകനും ഈ കാര്യത്തെക്കുറിച്ച് എന്നേക്കാൾ കുറച്ചുകൂടി അഭിപ്രായം. അപ്പോ നമുക്കറിയാം, UPA ഗവൺമെന്റ് 1ഉം 2 UPA ഗവൺമെന്റിന്റെ ശക്തി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നു. കേരളത്തിൽ നിന്ന് കോൺഗ്രസ്, കർണാടകത്തിലെ കോൺഗ്രസ്, തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ UPA മുന്നണിയിലെ ഘടകകക്ഷികൾ. അപ്പോ ഇവിടുത്തെ സീറ്റും കുറഞ്ഞ, തമിഴ്നാട്ടിലെ സീറ്റും കുറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു അപകടം സ്റ്റാലിനെ പോലൊരു രാഷ്ട്രീയ നേതാവ് കാണുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിലവിലെ സീറ്റുകളുടെ എണ്ണം കുറയാനും പാടില്ല. ഇനി വടക്കേ ഇന്ത്യയിൽ കൂടിയാൽ അതിന് ആനുപാതികമായിട്ട് ഇവിടെ കൂടണം.
അത് കൂടിയില്ല എങ്കിൽ ഈ എന്താ പറഞ്ഞ വ്യക്തമാണ്. ഒരു ടെറിട്ടോറിയൽ ഇംബാലൻസിങ് ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് സ്റ്റാലിൻ. അതുകൊണ്ടാണ് സ്റ്റാലിൻ ഇപ്പോ ഈ ഭാഷയോ ഈ മണ്ഡല എന്താ പറയുക പുനർവിഭജനത്തോടൊപ്പം ഈ ഭാഷാ വിഷയവും അദ്ദേഹം എടുത്തിട്ടിരിക്കുന്നത് വ്യക്തമാണ്. എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.